കേരളത്തിന്റെ സ്വന്തം വാട്ടർ മെട്രോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ മാതൃക പിന്തുടർന്ന് രാജ്യത്ത് 18 പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി. ഇതിന്റെ സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് നവംബറിൽ കൊച്ചി മെട്രോയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി KMRL ഒരു കൺസൾട്ടൻസി വിംഗ് രൂപീകരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പുറത്തുനിന്നുള്ള വിദഗ്ധരുടെ സേവനവും തേടും. വിവിധ സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോയുടെ സാധ്യതാ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വാട്ടർ മെട്രോ ആരംഭിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. തുടർന്ന് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച വിശദ പദ്ധതി രേഖ തയ്യാറാക്കും. തടാകം, പുഴ, ജലാശയങ്ങൾ, കായലുകൾ, സമുദ്രം തുടങ്ങി വിവിധയിടങ്ങളിൽ വാട്ടർ മെട്രോ ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നുണ്ട്. ഗുവാഹട്ടിയിൽ ബ്രഹ്മപുത്ര നദി, ജമ്മു കശ്മീരിൽ ദാൽ തടാകം എന്നിവയെല്ലാം വാട്ടർ മെട്രോയ്ക്കായി പരിഗണിക്കുന്നുണ്ട്. ആൻഡമാനിലും ലക്ഷദ്വീപിലും ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ച വാട്ടർ മെട്രോ സർവീസ് തുടങ്ങുന്നതിന്റെ സാധ്യത പഠിക്കും. അഹമ്മദാബാദ്, സൂറത്ത്, മംഗളൂരു, അയോധ്യ, ദുബ്രി, ഗോവ, കൊല്ലം, കൊൽക്കത്ത, പട്ന, പ്രയാഗ്രാജ്, ശ്രീനഗർ, വാരണസി, മുംബൈ, വസായ് എന്നിവയും പരിഗണിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു. അതേസമയം വൈറ്റില കാക്കനാട് റൂട്ടിൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനായി ബോട്ടുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കാൻ കൊച്ചി വാട്ടർ മെട്രോ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കകം ബോട്ട് സർവീസുകൾ തമ്മിലുള്ള ഇടവേള കുറയ്ക്കാൻ KWML തീരുമാനിച്ചു. കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇൻഫോ പാർക്ക്, കാക്കനാട് ടൗൺ എന്നിവിടങ്ങളിലേക്ക് പുതിയ ഫീഡർ ബസ്സുകൾ കൊച്ചി മെട്രോ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് യാത്രക്കാർക്ക് അനുകൂലമായ തീരുമാനം KWML സ്വീകരിച്ചത്. പുതുക്കിയ സമയക്രമം പ്രകാരം വൈറ്റില കാക്കനാട് റൂട്ടിൽ ഓരോ 20 മിനിറ്റിലും വാട്ടർ മെട്രോ സർവീസ് നടത്തുമെന്ന് KWML CEO സാജൻ P. ജോണിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 25 മിനിറ്റ് കൂടുംതോറുമാണ് വൈറ്റില കാക്കനാട് റൂട്ടിൽ വാട്ടർ മെട്രോ സർവീസ് നടത്തിയിരുന്നത്. KWMLന്റെ തീരുമാനം ഇൻഫോ പാർക്കിൽ നിന്നടക്കമുള്ള നൂറുകണക്കിന് യാത്രക്കാർക്ക് ഏറെ സഹായകരമാകും. പാലാരിവട്ടം മുതൽ ഇൻഫോ പാർക്ക് വരെ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടമായ പിങ്ക് ലൈനിന്റെ പ്രവൃത്തി നടക്കുന്നതിനാൽ വൈറ്റിലയിലേക്കുള്ള റൂട്ടിലും തിരിച്ചും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ഗതാഗതക്കുരുക്കിന് പരിഹാരമെന്നോണം കാക്കനാട് വൈറ്റില റൂട്ടിൽ വാട്ടർ മെട്രോ കൂടുതൽ സർവീസുകൾ നടത്തണമെന്ന ആവശ്യമുയർന്നിരുന്നു. അതേസമയം കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള കൊച്ചി മെട്രോയുടെ മെട്രോ കണക്ട് AC ഇലക്ട്രിക് ബസ് സർവീസ് അടുത്തയാഴ്ച സർവീസ് ആരംഭിക്കും. കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇൻഫോ പാർക്ക്, കിൻഫ്ര പാർക്ക്, കലക്ട്രേറ്റ് എന്നീ റൂട്ടുകളിലാണ് 33 സീറ്റുകളുള്ള ഇലക്ട്രിക് ബസ് സർവീസുകൾ നടത്തുക. 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയാണ് നിരക്ക്. ഇൻഫോ പാർക്ക് റൂട്ടിൽ ഒരു ബസ്സും കലക്ട്രേറ്റ് റൂട്ടിൽ 2 ബസ്സുകളുമാണ് സർവീസ് നടത്തുക. കാക്കനാട് വാട്ടർ മെട്രോ, കിൻഫ്ര, ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 25 മിനിറ്റ് ഇടവിട്ട ഇലക്ട്രിക് ബസ് സർവീസ് നടത്തും. കാക്കനാട് വാട്ടർ മെട്രോ കലക്ട്രേറ്റ് റൂട്ടിൽ 20 മിനിറ്റ് ഇടവിട്ട രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7:30 വരെ സർവീസ് ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.